ഞങ്ങളെ നാട്ടിലെ കളരി ഭഗവതി ക്ഷേത്രത്തില് ഇപ്പൊ കളിയാട്ട മഹോത്സവമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഡേ 2 ആണ്. ഡേ 1 അതായത് ആദ്യത്തെ ദിവസം തുടങ്ങി വെക്കലാണ്. പൊതുവെ ഒന്നാമത്തെ ദിവസം ഞാൻ പോലില്ല, ഞാനല്ല എന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ആരും പോലില്ല, കാരണം തുടങ്ങി വെക്കലായതുകൊണ്ട് തോറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ ദിവസം കൈകൊട്ടി കളി ഉണ്ടായിരുന്നു. 6-7 ടീമുകളുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് കളരി ഭഗവതി ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ട് കൈകൊട്ടി കളി വെക്കുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, കാരണം ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. ഇത് ആദ്യത്തെ ടീം. ഈ ടീം കളിച്ചത് കൈകൊട്ടി കളിയാന്നോ അല്ല സംഘനൃത്താന്നോ എന്ന് എനിക്ക് ആദ്യം സംശയമുണ്ട്. കാരണം അവര് സംഘനൃത്തങ്ങളിൽ ഉണ്ടാകുന്ന പോലെ പോസ്റ്റേഴ്സും ഫോം ചെയ്ത് കൈകൊട്ടി കളിയിൽ ഉണ്ടാകുന്ന പോലെ ചുറ്റും നിന്നിട്ട് കളിക്കും ചെയ്യുന്നു. ഇതാണ് രണ്ടാമത്തെ ടീം. ഈ ടീം ആക്ച്വലി പറഞ്ഞ ഒരു മിശ്രിതമായിരുന്നു, കാരണം എല്ലാ പ്രായത്തിൽപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. അതായത് ചെറിയ കുഞ്ഞടക്കം, ചെറിയ കുഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു 10-12 വയസ്സിലൊരു കുഞ്ഞടക്കം ഒരു അമ്മമ്മ വരെ ഉണ്ടായിരുന്നു. എല്ലാവരും അടിപൊളിയെ കളിച്ചു. ഇതായിരുന്നു മൂന്നാമത്തെ ടീം. ഈ ടീമിൽ ഏകദേശം എല്ലാവരും ഒരേ ഏജ് കാറ്റഗറിയിലായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇതിൽ പിള്ളേരോ അമ്മമാരോ ഒന്നും ഉണ്ടായിട്ട് എല്ലാവരും ഒരു 25-35 വയസ്സിൽ ആ കാറ്റഗറിയിലായിരുന്നു. ഇതിൽ 2-3 ആൾക്കാർ എനർജി ലെവൽ അപാരമായിരുന്നു. ദിസ് ഈസ് ചെസ് നമ്പർ 4. എല്ലാ കൈകൊട്ടികളിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു, നമ്മളെ മണിച്ചേട്ടന്റെ ഒരു പാട്ട് എല്ലാവർക്കും മസ്റ്റ് ഉണ്ടായിന്. അത് പിന്നെ എങ്ങനെയല്ലേ നമുക്ക് മറക്കാൻ പറ്റുമോ? ഇതാണ് 5th ചെസ് നമ്പർ. ഇതിലൊരാള് അടിപൊളിയെ കളിച്ചിട്ട്, അടിപൊളി എന്നൊന്നും പറഞ്ഞാൽ പറ്റൂല, വേറെ ലെവലായിരുന്നു. അവര് വന്ന സമയത്ത് ഞാൻ അവരടുത്ത് ചേച്ചി നന്നായി കളിച്ചിനെന്ന് പറഞ്ഞു. ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ആ കുഞ്ഞ് എന്നെക്കാളും 4 വയസ്സ് ചെറുതായി. ഇപ്പത്തെ എന്റെ അവസ്ഥ ഇതാണ്, ആരേച്ചി വിളിക്കണം ആരേച്ചിന്ന് വിളിക്കണ്ടെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. ഇതായിരുന്നു ലാസ്റ്റ് ടീം. എന്റെ പൊന്നളിയ, എല്ലാരും ഒന്നിനൊന്ന് മെച്ചായിരുന്നു. എനിക്കൊന്നും ഇവര് കോമ്പറ്റീഷൻസിന് പോകുന്ന ആൾക്കാരാണ്, അത്രക്കും കട്ടക്ക് നിന്നിന് എല്ലാവരും. ഇതിൽ എടുത്തു പറയേണ്ട ഒരാളുണ്ട്, അത്രയും പിള്ളേരപ്പുറം പിടിച്ചു നിന്ന ഒരു ഏച്ചി ഉണ്ടായിരുന്നു. അവര് കളിച്ച അത്രയും മിനിറ്റിൽ 1 സെക്കൻഡ് പോലും എനർജി ഡ്രോപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായി. അങ്ങനെ സംഭവം കഴിഞ്ഞ് ഇനി തെയ്യം കാണാൻ പോവാം. ഇത് 27-28 എടുത്ത വീഡിയോ ട്ടാ, പക്ഷെ ഞാൻ ഇപ്പാന്ന് പോസ്റ്റ് ചെയ്യുന്നു. ഇത് വെള്ളാട്ടം. പുലിക്കണ്ടന്റെ തോറ്റത്തിനെയാണ് നമ്മൾ വെള്ളാട്ടം എന്ന് പറയുന്നത്. വെള്ളാട്ടം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ നടക്കാനില്ല വെള്ളാറങ്ങര പൊതിന്റെയും പണയക്കാട്ടമ്മേനെയും വിഷ്ണുമൂർത്തിന്റെയും തോറ്റുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് പുലിക്കണ്ടന്റെ എഴുന്നള്ളം. തോറ്റം കെട്ടിയ ആൾ തന്നെയാണ് തെയ്യം കെട്ടേണ്ടത്. ഇനി 31 വരെ ഈ സെയിം തെയ്യങ്ങൾ തന്നെയാണ് ഉണ്ടാവല്.